ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗ് ആട്ടോ. അപ്പം ഞാൻ ചായ ഇടാൻ പോകുന്നുള്ളൂ. സമയം ഇപ്പം ഏകദേശം 5 മണിയായിട്ടുണ്ട്. താമസിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കാണിച്ചു തരാം. ഈ ചക്കപ്പണിയാണ് എനിക്ക് പണി തന്നത്. കത്തിയുടെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായി. നമുക്കത് വൃത്തിയാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ കത്തിയില്ല, വെട്ടുകത്തിയില്ല. അപ്പം ഈ ഒരു കത്തി കൊണ്ട് ഞാനൊരു വലിയ ചക്ക പാതിയേ ഉള്ളൂ കേട്ടോ. ഇത് ബാക്കി പാതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ബാക്കി കളയാനുള്ളതൊക്കെ ഏട്ടൻ്റെ ജോലിയാണ്. ഞാൻ വേണ്ടി വെച്ചു കേട്ടോ. ചായയുടെ കടി എന്താണെന്നറിയണ്ടേ? ബോളി ഗൈസ്, ബോളി. ഇത് പക്ഷേ മറ്റേ പഴയ നമ്മൾ കഴിക്കുന്ന ബോളിയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ കടയിൽ, ചായക്കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നല്ലോ. വീട്ടിൽ വാങ്ങിക്കായിരുന്നല്ലോന്നല്ല, ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മുടെ പാല് ലൈവായിട്ട് പാല് തിളച്ചു. നൈസായിട്ടൊന്ന് പണിയോടെ പണിയ അല്ല തന്നെ മഴയായിട്ട്. ചൂടാ എന്തുകൊണ്ടാണ് കവറോട് എടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്? അതുകൊണ്ടാണ് കവറോട് എടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ആക്ച്വലി ഇത് എൻ്റെ ചായയുടെ കഴിഞ്ഞിട്ടോ. ആക്ച്വലി ഇത് രാവിലെ കഴുകി വെച്ച തുണിയാണ് ഗൈസ്. ഇതെന്താ വിരിക്കാനുണ്ടോ? ഇത് വരെ പെരുമഴയായിരുന്നു. ഇപ്പോഴാട്ടോ ഒന്ന് തോന്നിയിട്ടിത്. ഞാൻ എങ്കിൽ പോയി ഒന്ന് വിരിച്ചിട്ടിട്ട് വരാൻ. ഫോണിലെ ചാർജ് ഇപ്പോൾ തീരും ഗൈസ്. അപ്പം ബാക്കിയുള്ള കാണിക്കണമെങ്കിൽ എൻ്റെ ഫോണിലെ ചാർജ് വേണം. അപ്പം ഞാനത് കുത്തിയിട്ടിട്ട് തുണി വിരിച്ചിട്ട് വരാം കേട്ടോ. അമ്മ തുണി വിരിച്ചിട്ട് വരാം കേട്ടോ. കാശി നോക്കിക്കോണേ. വേണ്ട, അവിടെ മഴയാ. ബേബി നോക്കണേ. ഇടയ്ക്ക് ഞങ്ങൾ വിളക്ക് കൊളുത്തി ഗൈസ്. വിളക്ക് കൊളുത്തി. ഇവിടെ ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കും കേട്ടോ. കുറച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് തോന്നുന്നു. അല്ലാതെ ഇന്നത്തെ ദിവസം തോന്നിട്ടില്ല കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും അല്ലേ? ആണ്ടോ, മഴ പെയ്തോണ്ടിരിക്കുക. തോർച്ചാന്ന് പറഞ്ഞ സാധനമില്ല. ഇനി ഞാനാണെങ്കിൽ ആ ചക്കപ്പണിയിലോട്ട് തന്നെ കടക്കട്ടെ. ഏട്ടൻ വരുമ്പോഴത്തേനും കുറച്ച് അരിഞ്ഞു വെക്കുവാണെങ്കിൽ ബാക്കി പിന്നെ ഒരു തവണ ഇട്ടിട്ട് പിന്നെ അരിയാലോ. എന്തായാലും മൂക്കാൻ താമസമല്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ള പണികൾ നോക്കാം. അപ്പം നമുക്ക് ചക്കയൊക്കെ ഒന്ന് മുറിച്ച് എടുക്കാം കേട്ടോ. ഇത് കുറേ പണിയുള്ള പണിയാണ്. ഞാൻ എന്തിൻ്റെ കേടാ എനിക്കെന്ന് അറിഞ്ഞൂടാ. എന്നാലും തിന്നുമ്പോൾ ആ കേടൊക്കെ അങ്ങ് തീരുമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ. അതേ കയ്യിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കത്തിയുടെ അരക്കൊന്നും ഞാൻ കളഞ്ഞിട്ടില്ലേ. പിടിയിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ചതേ ഉള്ളൂ. കാരണം കത്തിയുടെ അരക്ക് നമുക്ക് ഒന്നിച്ച് ഞാൻ കളയാം, ഇല്ലെങ്കിൽ ഭയങ്കര മെനക്കേടാണ്. ഇപ്പം ഞാൻ പറക്കി തുടങ്ങി കഴിച്ചു. ഇതിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം അരിയാൻ. അപ്പോൾ ഞാനെൻ്റെ തലയും വലയൊക്കെ കളയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഓരോ സൈഡും മുറിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വായിലോട്ടാണ് പോകുന്നത്. ഈ പച്ചച്ചക്കാനുള്ള ഒറ്റ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ചക്ക ഇത്രയും കഷ്ടപ്പെട്ട് വെട്ടിപ്പൊളിച്ചത്. വറുക്കുന്നതിനേക്കാളും പച്ചച്ചക്ക തിന്നാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് പറക്കിയെടുക്കട്ടെ. ആക്ച്വലി കഴിഞ്ഞ വർഷം ചക്ക സീസണിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലപോലെ കയറിയൊരു ഷോർട്സ് ആയിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ.
അപ്പം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിയണേ. ഇതിന് ഇച്ചിരി കട്ടിയുള്ള ചുളയാണ്ട് ചെറുതായിട്ട് അരിയാം. പിന്നെ അതിനിടയ്ക്ക് കട്ടി കുറഞ്ഞു വരുമ്പം വലുതായിട്ട് അരിയാം. അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചെറുത് മൂക്കും ചെറുത് മൂക്കത്തില്ല, ചിലത് ശരിയാവും ചിലത് ശരിയാവത്തില്ല, അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ചുളയുടെ അനുസരിച്ച് അരിയുമ്പോൾ അറിയാമല്ലോ. കട്ടി കൂടുതലാണെങ്കിൽ ചെറുതായിട്ട് അരിയാം, കുറവാകുമ്പോൾ വലുതായിട്ട് അരിയാം. പിന്നെ ഇതൊക്കെ ഞാൻ മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല കട്ടി ആയതുകൊണ്ട് അതൊക്കെ ഞാൻ മുറിച്ച് കളയും. എന്നിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിനൊക്കെ കട്ടി കുറവാട്ടോ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിടാം. കട്ടി കൂടുതലുള്ളത് ഇതൊക്കെ കട്ടി കൂടുതലാണ്. ചുള നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ കയ്യിൽ. അപ്പം ഞാൻ അരിയട്ടെ. ഗൈസ്, നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂക്കാൻ ഒരുപാട് സമയമുള്ളതുകൊണ്ട് നമുക്ക് അരിയാനും കുറേ സമയമുണ്ട്. ഒക്കെയുടെ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ, കുറേ സമയം എടുക്കും എന്തായാലും മൂക്കാൻ. അതിനിടയ്ക്ക് ഈ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒന്നും മൂത്തരുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കില്ലും സൗണ്ട് വെക്കും. ആ സമയം പോലെ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചക്ക കുഴഞ്ഞു പോകും ഗൈസ്. ഇത് ശ്രദ്ധിക്കുക എല്ലാവരും. ബാക്കി ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാൻ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കളറിന് വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം നമ്മുടെ കളറ് മഞ്ഞപ്പൊടി. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒട്ടി പിടിക്കത്തില്ല. ഈ ഒറ്റക്കൈ ഉണ്ടാക്കുന്ന റിസ്ക്. അപ്പം ഇനി ഞാൻ കോരിയിട്ട് കാണിക്കാമേ. ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാണ് കേട്ടോ. കണ്ടോ, അരിയുന്നത് നന്നാക്കിയാലേ, അരിയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പല അളവിലായി പോവും, പഴം പോലെ പോവും. നല്ല ടേസ്റ്റുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനും മക്കളും വെയിറ്റിങ്ങിലാണ്. കൊണ്ട് കൊടുക്കണേ.